ശ്രീമതി നസ്മ തബ്ഷിറ, ഇപ്പോൾ പലതരത്തിലുള്ള നീക്കങ്ങൾ CJPക്കെതിരെ നടക്കുന്നുണ്ട്. അവരുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ പൂട്ടിയത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പലതും അവരിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഈ വലിയ ഒരു മുന്നേറ്റത്തെ തടയാനുള്ള നീക്കമാണോ, അതോ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഇതിലുണ്ടാകുമോ? തീർച്ചയായും അതിനുള്ള മറുപടിയിൽ ആദ്യം എനിക്ക് തോന്നുന്നു മറുപടി പറയേണ്ടത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ അവതരിപ്പിച്ച വളരെ ഷുഗർ കോട്ടഡ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ഫാഷിസ്റ്റ് മൂവ്മെന്റ് എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഓരോ വിഷയങ്ങൾ എടുത്തു പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ മുന്നോട്ട് വെക്കുന്ന 5 ആവശ്യങ്ങൾ, റിട്ടയർഡ് ആയിട്ടുള്ള റിട്ടയർമെന്റിന് ശേഷം ജഡ്ജിമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയും. അദ്ദേഹം കുറെ പഴയ ഉദാഹരണങ്ങൾ എടുത്തിട്ട്, പക്ഷെ നോക്കൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആരാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ അതിനുള്ളിലെ ആൾക്കൂട്ടം ആരാണ്? അത് ജെൻസിയാണ്, കറക്റ്റ് ജെൻസിയാണ്, പുതിയ തലമുറയാണ്. ഈ പറഞ്ഞ പോലെ 18 to 30 years വരുന്ന ആളുകളാണ്. അവർ കണ്ടിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണ്? അത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അവർ ജീവിക്കുന്നത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിലാണ്. അവര് നിരന്തരം എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രൊപ്പഗണ്ട മീഡിയ ആണ്. ആ മീഡിയയെ കണ്ടുകൊണ്ടിരിക്കുന്ന, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന, അവസര സമത്വമില്ലാത്ത ഒരു നാടിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത അതിനെതിരെ പ്രതികരിക്കുക സ്വാഭാവികമാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിയിൽ ഒരു പക്ഷേ ഒരു നീതി അല്ലാത്ത വിധി പുറപ്പെടുവിക്കുന്നു. ആ പുറപ്പെടുവിക്കുന്ന വിധിക്ക് ശേഷം അതിൽ വിധി പറയാൻ ഇരുന്ന ജഡ്ജിമാർ എവിടെയാണ്? ഒരാൾ ആന്ധ്രാപ്രദേശിൽ ഗവർണറായി പോകുന്നു, ഒരാൾ രാജ്യസഭയിലെത്തുന്നു. ഇങ്ങനെ പല കേസുകളിലും പിന്നീട് നമ്മൾ ഈ ജഡ്ജിമാരെ കാണുന്നത് എവിടെയാണ്? BJP നേതാക്കന്മാരുടെ വീട്ടിൽ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ നിഷ്പക്ഷമായി നിർബന്ധമായും വിധി പറയണമെന്ന് പറയുന്ന ഹൈക്കോർട്ട്, സുപ്രീം കോടതി ജഡ്ജിമാരെ കാണുന്ന നിരാശ ബാധിച്ച ജനക്കൂട്ടമാണ്, അല്ലെങ്കിൽ നിരാശ ബാധിച്ച യുവജനമാണ് ഇങ്ങനെയൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. വളരെ സ്വാഭാവികമാണ്. കേരളത്തിലടക്കം NRC പോലെയുള്ള ഒരു വലിയ പ്രോസസ്സിന് ശേഷം 9 മുതൽ 20 ലക്ഷം ആളുകൾക്ക് വരെ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്ന ഒരു കാലഘട്ടത്തെയാണ് അവരിപ്പോൾ അതിജീവിക്കുന്നത്. അവർ മുന്നിൽ കാണുന്ന ആ കാലഘട്ടത്തെയാണ്. NRC ലിസ്റ്റ് വരുമ്പോൾ, പുതിയൊരു പൗരത്വ പട്ടിക വരുമ്പോൾ, പൗരത്വം പുതുക്കുമ്പോൾ, പൗരത്വം ഉണ്ടായിട്ടും ഇവിടെ ജനിച്ചിട്ടും അടയാളങ്ങൾ ഉണ്ടായിട്ടും പുറത്താക്കാൻ വിധിക്കപ്പെട്ട കുറേയധികം മനുഷ്യന്മാരെയാണ് ഈ ജനത കാണുന്നത്, ഈ യുവത കാണുന്നത്. ആണോ ഗോഡിയാണോ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് മീഡിയ അല്ല, മോഡിയെയാണ്, ഗോദി മീഡിയ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലത്താണ്. പ്രൊപ്പഗണ്ട മീഡിയ ആണ് ഈ നാടിന്റെ മെയിൻ സ്ട്രീം മീഡിയ ആയിക്കൊണ്ട് അതിജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലത്ത് മീഡിയ ഒരു പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അരാജകവാദികളും ഫാഷിസ്റ്റുകളുമാക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിയുടെ വളരെ സെക്യുലർ ആണെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുകയും ആ പാർട്ടിയെ മൊത്തം എടുത്ത് തൂക്കിയിട്ട് ഒരു രാഘവ് ചന്ദയും കൂട്ടരും പാർട്ടി വിടുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഞാൻ ഇപ്പോഴാണ് റൈറ്റ് പ്ലേസിൽ എത്തിയത്, ഐ എം ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂടാൻ ഒരു മടിയും കാണിക്കാത്ത രാഷ്ട്രീയക്കാരുണ്ടാവുമ്പോൾ അവരത് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ, അവർക്ക് സോങ്സ് ഇല്ല, സ്ലോഗൻ ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ നിയമം കൊണ്ട് അടിച്ചമർത്തിയാലും ഈ രോഷപ്രകടനം അവസാനിക്കുമോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അല്ല, ദീപം കൊണ്ട് അടിച്ചമർത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതിനോ അതിനെ എതിർക്കുന്നതിനോ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിക്കുന്നതോ ഒന്നും തന്നെ ജനാധിപത്യപരമല്ല എന്ന് ഞാൻ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രീ നജ്മ ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഫാഷിസത്തിനെ ഫാഷിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫാഷിസ്റ്റ് മുദ്രാവാക്യങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളായിട്ട് അത് പറയുമ്പോൾ അത് കുഴപ്പമില്ല. മറ്റുള്ള ആൾക്കാർ പറയുന്നത് മാത്രമാണ് ഫാഷിസം എന്ന ലൈൻ സ്വീകരിക്കരുത്. അംബാനിയുടെയും അദാനിയുടെയും മീഡിയ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം ഈ ആൾക്കാർക്ക് നിയമങ്ങളെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും ജനാധിപത്യത്തിനെക്കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ട് എന്ന്. അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ഫാഷിസ്റ്റ് സ്റ്റെപ്പാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം. ആ വിവരക്കേടിനെ ഉൾപ്പെടെ ന്യായീകരിക്കാനായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ
അത് ജനാധിപത്യ ബോധത്തിന്റെ ശോച്യാവസ്ഥയാണ് കാണിക്കുന്നത്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലം. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം ഇടുക്കിയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും അല്ല, ഒറ്റ ലീഗാണ് ഈ കാര്യമാണ്, കേരളത്തിൽ ഒറ്റ നിയമങ്ങൾ കാര്യമാണ്. പറയാൻ ഇവര് പോകുന്നത് എന്ന് political പറഞ്ഞപ്പോ science പഠിച്ചിട്ടോ, നജ്മ എവിടെ ഇവര് പോയി? അല്ല, ഒരു ഞാൻ സെക്കൻഡ്, പറഞ്ഞിട്ടേ നജ്മ എന്റെ ഉള്ളൂ. സമയത്ത് ഞാൻ ഇവര് പറയട്ടെ. political നജ്മ science നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പഠിച്ചിട്ടോ, മിണ്ടാതിരുന്നു. experience നജ്മ ഉണ്ടായിട്ടോ ശബ്ദം വെള്ളം വെച്ച് അല്ല, ഈ ഇല്ലാതാക്കണ്ട. കുട്ടികൾ- അല്ല, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വെള്ളം വെച്ചില്ലാതാക്കണ്ട. അത് ബിനു അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. തെറ്റിദ്ധാരണ കേരളത്തിലെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇനി ലീഗ് പ്രസ്താവനയാണ് പറയും എന്ന് എന്നതുകൊണ്ട് പറഞ്ഞപ്പോ മാത്രമാണ് ഞാൻ നജ്മയുടെ ഇടപെടുന്നത്. ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. പ്രസ്താവന പറയരുത് എന്ന് ബഹാറുൽ ഇസ്ലാം മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് ഞാൻ മിശ്രയെ പറയുന്നത് വെളുപ്പിച്ചതിന് താങ്കൾ ശേഷം കേൾക്കുന്നില്ല. രാജ്യസഭയിലേക്ക് പോയപ്പോ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചു മിണ്ടാതിരിക്കായിരുന്നു നജ്മ. പറയാനുണ്ടോ? ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. രംഗനാഥ് മിശ്ര സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് ചീട്ടെഴുതി കൊടുത്തതിന് ശേഷം MP ആകാൻ പോയപ്പോൾ ലീഗ് വെള്ളമൊഴിച്ചിരിക്കായിരുന്നു വായില്. എല്ലാ പാർട്ടികളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതാണെന്ന് ശ്രീ ബെൻസ്റ്റൺ ഇവിടെ പറഞ്ഞു. എന്നാൽ എല്ലാ പാർട്ടികളെയും അൺഫോളോ ചെയ്യണമെന്ന് ഇവർ പറയണം. അവർ പറയുന്നത് ഒരൊറ്റ പാർട്ടിയാണ്. നജ്മ, നിങ്ങൾ ജനാധിപത്യ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ വോയിസിനെ ഷട്ട് ഡൗൺ ഏതായാലും ഇത് യുവാക്കളുടെ പ്രതിഷേധമാണ്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം ഉള്ളവരുണ്ട്. പക്ഷേ ഈ ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാ. ജനരോഷം, അത് യുവരോഷം, അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് തന്നെയാണ് പ്രധാനം. ഒരു പ്രഷർ കുക്കറിന്റെ ഒരു വാൽവ് പോലെ ഇത് പുറത്തേക്ക് വരാൻ ഉള്ള അവസരം ഉണ്ടാകണം. അവരെ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അടിച്ചമർത്തലല്ല. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.